ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. ഇത് ഇംഗ്ലീഷിൻ്റെ പല ക്വസ്റ്റ്യൻസുകളിലായിട്ടൊക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അത് ഞാൻ കൊണ്ടുവന്നേക്കാണ്, ബുള്ളറ്റിനിൽ വന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ നമ്മൾ പ്രീവിയസ് കൊണ്ടുവന്ന് ഇങ്ങനെ കണക്റ്റഡ് ഫാക്ട്സൊക്കെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പറയണം. എന്നാലേ എനിക്കിത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അത് ചെയ്ത് മുന്നോട്ട് പോകാൻ തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ ഫ്രേസൽ വെർബ് ഗിവൺ ബിലോ. I gave him 500 rupees but he dashed the money in 2 days. അപ്പം ഫ്രൈസൽ വെർബ് റാൻ ഔട്ട്, റാൻ ത്രൂ, റാൻ ഇൻ, റാൻ ഇൻ ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും, ഐ ഗേവ് ഹിം 500 rupees. ഞാൻ അവന് പൈസ 500 രൂപ കൊടുത്തു, പക്ഷെ അവൻ എന്ത് തന്നില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവൻ അതിനെ പാഴാക്കി കളഞ്ഞു എന്നാണ് അതായത് നമുക്ക് തിരിച്ച് കിട്ടിയില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഇതിനകത്ത് ഏത് വരും എന്ന് പറയാൻ പറ്റുമോ? ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. റാൻ ത്രൂ ആണ് വരുന്നത്. റാൻ ത്രൂ. കാരണം റാൻ ത്രൂവിൻ്റെ അർത്ഥം പറയുന്നത് ബാക്കിയുള്ള ഓപ്ഷൻസിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമുക്ക് റാൻ ത്രൂ ആണ് ഉത്തരം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബി പറഞ്ഞത്. റാൻ ത്രൂ എന്ന് വെച്ചാൽ റൺ ത്രൂ എന്ന് പറയും നമുക്ക്. റൺ ത്രൂ, ഈ റൺ ത്രൂ എന്ന് പറഞ്ഞാൽ പാഴാക്കുക എന്നർത്ഥം വരുന്ന. പാഴാക്കുക അതായത് വേസ്റ്റ് ചെയ്യുക, വേസ്റ്റായി കളിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. റാൻ ഇൻറ്റു എന്നാണെങ്കിലോ, റാൻ ഇൻറ്റു ആണെങ്കിൽ റൺ ഇൻറ്റു, അതിൻ്റെ ഇത് പാസ്റ്റാണ്. റൺ ഇൻറ്റു എന്ന് പറയുമ്പോൾ കൂട്ടിയിടിക്കുക, കൂട്ടിമുട്ടുക എന്നർത്ഥം വരും. കൂട്ടിമുട്ടുക റൺ ഇൻറ്റു. അതുപോലെ റൺ ഔട്ടാണെങ്കിൽ അവസാനിക്കുക എന്നാണ് അർത്ഥം. അവസാനിക്കുക, ടു എൻഡ് എന്നാണ് അർത്ഥം. കം ടു ആൻ എൻഡ് എന്ന് പറയും, അവസാനിക്കുക. അതുപോലെ റൺ ഇൻ അല്ലെങ്കിൽ റാൻ ഇൻ എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്തു എന്നർത്ഥം. അല്ലെങ്കിൽ റൺ ഇൻ എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്യുക. ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? റാൻ ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കണം. റാൻ ഔട്ട് അല്ലെങ്കിൽ റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുക, കെയിം ടു ആൻ എൻഡ്, അവസാനിക്കുക എന്നർത്ഥം. റാൻ ത്രൂ എന്ന് വെച്ചാൽ പാഴാക്കുക എന്നർത്ഥം. ഇത് പാഴാക്കുക, വേസ്റ്റ് ചെയ്യുക. അവൻ ആ പൈസ വേസ്റ്റാക്കി കളഞ്ഞു എന്നാണ് അർത്ഥം വരുന്നത്. റാൻ ഇൻ എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്തു. റൺ ഇൻറ്റു കൂട്ടിമുട്ടുക. റൺ ഇൻറ്റു എന്ന് വെച്ചാൽ കൂട്ടിമുട്ടുക, കൊളൈഡ് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലായോ? അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോവിങ് പ്രോവർബ്. സ്പീച്ച് ഈസ് സിൽവർ, സൈലൻസ് ഈസ് ഡാഷ്, പ്ലാറ്റിനം, ഡയമണ്ട്, ഗോൾഡൻ, ബെസ്റ്റ്. അപ്പം ഇതൊരു പ്രോവർബാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം അങ്ങനെ വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിന് ഒറ്റ ഇതേ ഉള്ളൂ. ഉത്തരം സി ആണ്, ഗോൾഡൻ ആണ്. സ്പീച്ച് ഈസ് സിൽവർ, സൈലൻസ് ഈസ് ഗോൾഡൻ എന്ന് തന്നെ പഠിച്ചു വെക്കുക. സ്പീച്ച് ഈസ് സിൽവർ, സൈലൻസ് ഈസ് ഗോൾഡൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. In the following sentences, how many are incorrect? ഇതിൽ എത്ര എണ്ണം തെറ്റുണ്ടെന്ന് കണ്ടെത്തണം. I dislike to eat meat. He is canvas for more business. We look forward to see you all. There is no alternate choice. ഇതിൽ ഏതൊക്കെയാണ് തെറ്റെന്നാണ് പറയുന്നത്. അപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓരോ കാര്യങ്ങളെ എടുത്ത് പറയേണ്ടി വരും. ഐ ഡിസ്ലൈക്ക് ടു ഈറ്റ് മീറ്റ്. ഇത് ഉത്തരം പറയുവാണെങ്കിൽ ഇതിൽ 4 തെറ്റാണ്. ഇൻകറക്റ്റ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇൻകറക്റ്റ് 4 ഇൻകറക്റ്റ് ആണ്. എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ ഓപ്ഷൻ പറയുമ്പോൾ ഐ ഡിസ്ലൈക്ക് ടു ഈറ്റ് മീറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൈക്ക്, ഡിസ്ലൈക്ക് എന്നിവ വരുമ്പോൾ എന്താ ഉപയോഗിക്കേണ്ടത്? വെർബിൻ്റെ ജെറൻഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ലൈക്ക്, ഡിസ്ലൈക്ക് ആണെങ്കിൽ ലൈക്ക്, ഡിസ്ലൈക്ക് ഡിസ്ലൈക്ക് എന്നിവയുടെ കൂടെ ജെറൻഡാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ?
അപ്പോൾ ഇവിടെ വരുന്നത് ഐ ഡിസ്ലൈക്ക് ടു ഈറ്റിംഗ് മീറ്റ് എന്നാണ് വരുന്നത്. ഈറ്റിംഗ് മീറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കൂ, ഹീസ് ക്യാൻവാസ് ഫോർ മോർ ബിസിനസ്. അപ്പോൾ ക്യാൻവാസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഫോർ പറയേണ്ട കാര്യമില്ല. അതായത് ഹീസ് ക്യാൻവാസ് ഫോർ, നമ്മൾ പറയുമ്പോൾ ഫോർ ഓൾറെഡി വരും. ഹീസ് ക്യാൻവാസ് മോർ ബിസിനസ് അല്ലെങ്കിൽ ഹീസ് ക്യാൻവാസിങ് മോർ ബിസിനസ് എന്ന് പറയും. അതായത് ഇവിടെ ക്യാൻവാസിങ് എന്ന് വരുന്നതുമാണ് കറക്റ്റ്. ഒന്നാമത്തെ അത് അങ്ങനെയും പറയും. ഈസ് വന്നുകൊണ്ട് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് വരും അല്ലേ. അപ്പോൾ ക്യാൻവാസിങ് എന്ന് പറയണം. ക്യാൻവാസിങ്ങിൻ്റെ കൂടെ ഫോർ ആവശ്യമില്ല എന്നും കൂടെ ഓർത്തിരിക്കുക. അതുപോലെ ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടു നമുക്കറിയാം. ലുക്ക് ഫോർവേഡ് ടുവിൻ്റെ കൂടെ വെർബ് എന്തായിരിക്കണം? ജെറണ്ട് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അവിടെയും ജെറണ്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സീയിങ് എന്ന് വരണം. വി ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഓൾ എന്നാണ് പറയേണ്ടത്. അതുപോലെ ദർ ഇസ് നോ ആൾട്ടർനേറ്റ് ചോയ്സ്. നമുക്ക് വായിക്കുമ്പോൾ വലിയ ശരിയായിട്ട് തോന്നും. പക്ഷേ ഈ ആൾട്ടർനേറ്റും വേറൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടല്ലോ, ഇതും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ആൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് വീക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിട വിട്ടെന്നാണ് അർത്ഥം വരുന്നത്. ഒന്നിട വിട്ട ദിവസങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ആൾട്ടർനേറ്റ്. ആൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ ഒന്നിട വിട്ട ദിവസങ്ങൾ. ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ പകരം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ട ഉത്തരം ഏതായിരുന്നു? ചോയ്സാണ്. ഒരു ചോയ്സിന് പകരം എന്നാണ് വരേണ്ടത്. അപ്പം ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് ചോയ്സ് എന്നാണ് വരുന്നത്. ആൾട്ടർനേറ്റ് ആണെങ്കിൽ ഒന്നിട വിട്ടതും, ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ പകരം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് തോട്ട് ടു ബ്രിങ് ഗുഡ് ലക്ക്. നമ്മൾ ചില കാര്യങ്ങളുണ്ട് അല്ലേ, നമ്മൾക്ക് ഒരു വിശ്വാസമാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം വാങ്ങിച്ചു വെച്ചാൽ എന്തെങ്കിലും വിശിഷ്ടപ്പെട്ടതായിരിക്കും. അതെനിക്കിപ്പോൾ ഒരു ഭാഗ്യം കൊണ്ടൊരു ഇത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ നല്ലതുണ്ടാകും, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു വെക്കും അല്ലേ. അങ്ങനെയുള്ള സംഭവത്തിന് എന്താ പറയുന്നതെന്ന് അറിയാമോ? സ്പൊറാഡിക്, ടിങ്കർ, ടൂത്ത്സം, ടാലിസ്മാൻ. ഇതിലേതാണ് ഉത്തരം എന്ന് വെച്ചാൽ ടാലിസ്മാൻ ആണ്. ടാലിസ്മാൻ ഭാഗ്യം വരുത്തുന്ന വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ടാലിസ്മാൻ. സ്പൊറാഡിക് എന്താണെന്ന് അറിയാമോ? സ്പൊറാഡിക് സംതിങ് ഒക്കർ അറ്റ് ഇറഗുലർ ഇൻ്റർവെൽസ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെയാണ് സ്പൊറാഡിക് എന്ന് പറയുന്നത്. സംതിങ് ഒക്കറിങ് അറ്റ് ഇറഗുലർ ഇൻ്റർവെൽസ്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു സാധനമാണ് എന്ത്? സ്പൊറാഡിക്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ. അതുപോലെ ടിങ്കർ ആണെങ്കിൽ എ പേഴ്സൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇങ്ങനെ ഒരു സ്ഥലം മാറി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ടിങ്കർ എന്ന് പറഞ്ഞാൽ. എ പേഴ്സൺ ഹു ട്രാവൽസ് പ്ലേസ് ടു പ്ലേസ്. ഒരു സ്ഥലത്തു നിന്ന് സ്ഥലത്തിലേക്ക് മാറി ഇങ്ങനെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് ടിങ്കർ. അതുപോലെ ടൂത്ത് സം ആണെങ്കിൽ വെരി പ്ലീസിങ് ടു ഈറ്റ് എന്ന് പറയാം. നമുക്ക് വളരെ രുചികരമായ എന്തെങ്കിലും സ്വാദിഷ്ടമായ എന്തിനെങ്കിലും പറയുന്നതാണ് ടൂത്ത് സം എന്ന് പറയുന്നത്. ഒരു ആഹാരമായിരിക്കാം, അതാണ് സ്വാദിഷ്ടമായ ആഹാരം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഭയങ്കര സ്വീറ്റാന്ന് പറയത്തില്ലേ, അതാണ് ടൂത്ത് സം എന്ന് വെച്ചാൽ എന്താണ്? സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ടേസ്റ്റി സംതിങ് എന്ന് പറയും. അടുത്ത നോക്കൂ. ദ ഇഡിയം എ പാസ്റ്റ് മാസ്റ്റർ മീൻസ്. ഇഡിയം പാസ്റ്റ് മാസ്റ്റർ മീൻസ് ദ റിയൽ മാസ്റ്റർ, എ ക്ലവർ ഫെല്ലോ, ആൻ എക്സ്പേർട്ട്, എ ഡിസ്കവറർ. അപ്പോൾ പാസ്റ്റ് മാസ്റ്റർ എന്നാൽ ആൻ എക്സ്പേർട്ട് എന്നാണ് അർത്ഥം വരുന്നത്. പാസ്റ്റ് മാസ്റ്റർ എന്ന് വെച്ചാൽ ആൻ എക്സ്പേർട്ട് എന്നാണ് അർത്ഥം വരുന്നത്. അതായത് പണ്ടത്തെ മാസ്റ്റർ ആയിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവൻ പണ്ടത്തെ പുലിയാണ്, അവൻ പണ്ടത്തെ ഭയങ്കര മാസ്റ്ററാണെന്നൊക്കെ നമ്മൾ ഓർത്തില്ലേ. അപ്പോൾ അവൻ ആ കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ടാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻ എക്സ്പേർട്ട് എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അടുത്ത് നോക്കൂ. ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഡിലിജൻറ്റ്. പ്രീവിയസ് ആണ്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡിലിജൻറ്റ് എന്ന് വെച്ചാൽ ആൻറ്റോണിമാണ് ചോദിച്ചത്. ഡിലിജൻറ്റിൻ്റെ അർത്ഥം അറിയാമോ? ഡിലിജൻറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഇത് ഉത്തരം എഴുതാൻ പറ്റും. ഡിലിജൻ്റ് എന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്യുന്നതാണ് അർത്ഥം. കഠിനാധ്വാനമാണ് ഡിലിജൻ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇതേതാണ്? ലേസിയാണ്. കഠിനാധ്വാനം ചെയ്യുന്നവൻ ഉറപ്പായിട്ടും നേരെ ഓപ്പോസിറ്റ് മടിയനായിരിക്കാം. അപ്പം ലേസിയാണ്. ഈ ഫ്ലോ എന്താ? ഫ്ലോ എന്ന് വെച്ചാൽ ഒഴുകുക, ഒഴുകുക അർത്ഥം വരും അല്ലേ? ഈ ഫ്ലോയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത്? അതിൻ്റെ ഓപ്പോസിറ്റ് ക്ഷയിക്കുക എന്ന് പറയാം. അതിനെ ഇബ് എന്ന് പറയും. ഇബ്, ക്ഷയിക്കുക. ഓക്കെ. അടുത്ത ഒഫെൻസീവ് ആണെങ്കിൽ, ഒഫെൻസീവ് എന്ന് വെച്ചാൽ എന്തുവാ? ഒഫെൻസീവ് മെസ്സേജസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആവശ്യമില്ലാത്ത, അതായത് ഡിക്ഷണറി വാക്ക് നോക്കുവാണെങ്കിൽ പ്രത്യാക്രമണത്തിനുള്ളതെന്നൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിന് ഡിഫെൻസീവാണ് ഓപ്പോസിറ്റ് വരുന്നത്. ഒഫെൻസീവ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിഫെൻസീവ്. അതുപോലെ ഇൻഡക്ഷൻ ആണെങ്കിലോ, ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥാനത്ത് വെക്കുന്നതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറയും. അപ്പോൾ ഡിഡക്ഷൻ, അതിനെ വെട്ടിക്കുറയ്ക്കുന്നത് ഡിഡക്ഷൻ. അപ്പോൾ ഇൻഡക്ഷൻ ആണെങ്കിൽ ഡിഡക്ഷൻ. ഓക്കെ. അടുത്തത് സിനോണിം ഓഫ് ദ വേർഡ് ഓക്വേർഡ്: എൻക്വയർ, ഇഗ്നോറബിൾ, ടെഡിയസ്, ക്ലംസി. അപ്പം ഓക്വേർഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് അറിയണം. അതിൻ്റെ സിനോണിമാണ് ചോദിച്ചത്. ഓക്വേർഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ അലങ്കോലമായിട്ട് വികൃതമായിട്ടൊക്കെ കിടക്കുന്നതിനെയാണ് ഓക്വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ക്ലംസിയാണ്. ക്ലംസി എന്ന് വെച്ചാലും എന്താണ്? ഇങ്ങനെ വികൃതമായ, വിലക്ഷണമായി, ഇങ്ങനെ അലക്ഷ്യമായിട്ടൊക്കെ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കുന്നതിനെയാണ് എന്ത്? ക്ലംസി. അതിനെ ഓക്വേർഡ് എന്ന് പറയും. മനസ്സിലായോ? അടുത്ത ചോദ്യം: ഫൈൻഡ് ഔട്ട് ദ എറർ പാർട്ട് ഫ്രം ദ ഫോളോവിങ് സെൻറ്റൻസസ്. ഹാർഡ്ലി ഡിഡ് ഹി എൻറ്റർ ദ ബാത്റൂം വെൻ ദ ടെലിഫോൺ ബിഗാൻ ടു റിങ്. അപ്പം ഇതിലേത് ഭാഗമാണ് തെറ്റെന്ന് പറയണം. ഓപ്ഷൻ 1, 2, 3, 4. ഹാർഡ്ലി ഡിഡ് ഹി എൻറ്റേർഡ് ദ ബാത്റൂം വെൻ ദ ടെലിഫോൺ ബിഗാൻ ടു റിങ്. നമുക്കറിയാം ഇവിടെ ഹാർഡ്ലി എന്ന് പറയുന്ന ഒരു വെർബ്, നല്ല വാക്ക്, ഹാർഡ്ലിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് മനസ്സിലായി. അതല്ല, നമ്മളിവിടെ ഡിഡ് അല്ല ഉപയോഗിക്കേണ്ടത്. ഹാർഡ്ലിയുടെ കൂടെ വരുന്നത് ഏതാണ്? ഹാർഡ്ലിയുടെ ഒപ്പം ഹാഡാണ് വരേണ്ടത്. ഹാഡ് ഹി എൻറ്റേർഡ് ദ ബാത്റൂം വെൻ ദ ടെലിഫോൺ ബിഗാൻ ടു റിങ്. അപ്പോൾ ഹാർഡ്ലി തുടങ്ങുമ്പോൾ ഹാഡ് ഹി എൻറ്റേർഡ് എന്നാണ് വരേണ്ടത്. ഹാഡാണ് ഹാർഡ്ലിയുടെ കൂടെ അല്ലെങ്കിൽ കേഴ്സ്ലിയുടെ കൂടെ വരേണ്ടത്. ഹാർഡ്ലി, കേഴ്സ്ലി എന്നിവയോടൊപ്പം വരേണ്ട ഓക്സിലറി വെർബ് ഹാർഡാണ് എന്ന് പഠിക്കുക. ഹാർഡാണ്. ഓക്കെ. അടുത്ത് ബിസൈഡ്സ് ബീയിങ് ലേസി ഹി ഈസ് ഇൻഡിഫറൻറ്റ് ചേഞ്ച് ഇൻ ടു കോമ്പൗണ്ട് സെൻറ്റൻസ്. അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഇൻ അഡീഷൻ ടു ലേസി ഹി ഈസ് ഇൻഡിഫറൻറ്റ് ഓൾസോ. ആസ് ഹി ഈസ് ലേസി ഹി ഈസ് ഇൻഡിഫറൻറ്റ് ടു. സിൻസ് ഹി ഈസ് ലേസി ഹി ഈസ് ഇൻഡിഫറൻറ്റ്. ഹി ഈസ് നോട്ട് ഓൺലി ലേസി ബട്ട് ഓൾസോ ഇൻഡിഫറൻറ്റ്. അപ്പോൾ ഇതിനകത്ത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആവണമെങ്കിൽ കുറച്ച് വാക്കുകളുണ്ടല്ലേ, നമുക്കറിയാം. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന 2-3 വാക്കുകൾ ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. ബിസൈഡ്സ് ബീയിങ് ലേസി ഹി ഈസ് ഇൻഡിഫറൻ്റ് ആണ്. അപ്പം ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു എന്നിവ ചേർത്തുണ്ടാക്കുന്ന സെൻറ്റൻസുകൾ എന്തായിരിക്കും? സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും. ഇപ്പോൾ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു, ഇതൊക്കെ എന്താണ്? സിമ്പിൾ സെൻറ്റൻസ് ആണ്. കോമ്പൗണ്ടിലോട്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആൻഡ്, ആസ് വെൽ ആസ്, ബോത്തും ആൻഡ് ഒന്നിച്ചൊക്കെ വരും. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതൊക്കെയാണ് എന്ത്? കോമ്പൗണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ആൻഡ്, ആസ് വെൽ ആസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ,
പിന്നെ ബട്ട്, ആൻഡ്. അപ്പോൾ ആൻഡ് മാത്രം പറയാം, ബട്ട്, ആൻഡ് അങ്ങനെ പറയാം. അപ്പോൾ ഇത് ഇത്ര വാക്കുകൾ ഇത് ഇനിയും ഉണ്ട്. പ്രധാനമായിട്ട് നമുക്ക് കണ്ടുവരുന്നത് ഈ ഇത്തരം ചോദ്യങ്ങളാണ്. ആൻഡ്, ആസ് വെൽ ആസ്, ബോത്ത്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ നോക്കുക, ഇത്തരം വാക്കുകളുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. നോക്കി, ഇൻ അഡീഷൻ ടു വരുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു ആണെങ്കിൽ ഇത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അടുത്തത് ഹീസ് ലേ, ആസ് ഹി വേണ്ട, ആസ് വരുന്നത് ഏതാണെന്ന് അറിയാമോ? ആസ്, സിൻസ് ഇവയൊക്കെയാണെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. നമ്മുടെ ചോദ്യം എന്താണ്? ഈ കോമ്പൗണ്ട് സെൻറ്റൻസിൽ വന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ്? ഹീ ഈസ് നോട്ട് ഓൺലി ലേസി. അപ്പോൾ ഇവിടെ ഹീ ആണ് വരുന്നത്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ. ഹീ ഈസ് നോട്ട് ഓൺലി ലേസി ബട്ട് ഓൾസോ ഇൻഡിഫറൻറ്റ്. ഇതാണ് വരുന്നത്. അപ്പോൾ നോട്ട് ഓൺലി വരുന്നു, ബട്ട് ഓൾസോ വരുന്നു. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സിൻസ്, ആസ്, സിൻസ് ഇവയാണെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസുകളാണ്. ആസ്, സിൻസ് ഇവയാണെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസുകളാണ്. അപ്പോൾ പഠിച്ചല്ലോ, കോംപ്ലക്സ് സെൻറ്റൻസുകളാണെങ്കിൽ ആസ്, സിൻസ്, ആസ് വെൽ ആസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ആൻഡ്, ബട്ട് ഇതൊക്കെയാണെങ്കിൽ എന്താണ്? കോമ്പൗണ്ട് സെൻറ്റൻസുകളാണ്. ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു ഇതാണെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതൊക്കെ ആദ്യമായിരിക്കും ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇവിടെ നോക്കൂ, ബിസൈഡ്സ് ആദ്യമാണ്, ഇൻ അഡീഷൻ ടു ആദ്യമാണ്. അപ്പോൾ ഇതെല്ലാം കോംപ്ലക്സ് സെൻറ്റൻസുകളുടെ ടേംസ് ആണ്. അടുത്ത ചോദ്യം, ദ ഡോഗ് ലേ ഡാഷ് ടു വെയർ ഡെറ്റ്. യൂസ് പ്രോപ്പർ കൺജങ്ഷൻ. തോ, ആൾതോ, ആസ് ഇഫ്, ഇൻ സ്പൈറ്റ് ഓഫ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ ദ ഡോഗ് ലേ എങ്ങനെയാണ്? പട്ടി കിടന്നു എന്നാണ് പറഞ്ഞത്. ഇറ്റ് വെയർ ഡെഡ്, എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കൂ. അപ്പോൾ ചത്തതുപോലെ കിടന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ആക്ച്വലി ചത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഉത്തരം ഏത് വരും? ആസിഫ് ആണ് വരുന്നത്. ആസിഫ്. കാരണം എന്താ? ആസിഫ്, ആസ്ദോ എന്നിവ ഉപയോഗിക്കുന്നത് എന്താണ്? എന്നിവ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒരു കാര്യം സത്യത്തിൽ സംഭവിച്ചില്ല, എന്നാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയതുപോലെ, എന്നതുപോലെ എന്നൊക്കെ പറയുന്ന സമയങ്ങളിലാണ് നമ്മൾ ആസിഫ്, ആസ്ദോ എന്നിവ കൺജക്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉത്തരം ആസിഫാണ്. അപ്പം ദ ലോഗ് ഡേ ലേ ആസ് ഇഫ് ഇറ്റ് വെയർ ഡെഡ്. നമ്മൾ ഇറ്റ് വെയർ പറയാൻ കാരണം എന്താണ്? അങ്ങനെയല്ല, അത് ചത്തതുപോലെ കിടന്നു എന്നാണ് പറയുന്നത്. നമ്മളറിയത്തില്ല, ഐ വിഷ് ഐ വെയർ എ ബേഡ്. അപ്പം ഐ വിഷ്, അപ്പോൾ ഐ വാസ് എ ബേഡ് അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ബേഡ് എന്നൊക്കെ നമുക്ക് പറഞ്ഞുകൂടായിരുന്നു. കാരണം എന്താ? നമുക്ക് നടക്കാത്തൊരു കാര്യം അതിനെ നമ്മൾ ആഗ്രഹം പോലെയോ അല്ലെങ്കിൽ അതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ വേറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ കൺജങ്ഷനായിട്ട് വരേണ്ടത് ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ ആണ്. ആസിഫ് അല്ലെങ്കിൽ ഇവിടെ ആൾദോയാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഉത്തരം വരാത്തത്. ആസ്ദോ ആയിരുന്നെങ്കിൽ ഉത്തരം ശരിയായേനെ. ആസിഫ് അല്ലെങ്കിൽ ആസ്ദോ. അടുത്ത ചോദ്യം നോക്കൂ. നോബഡി നോസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ ടാഗാണ്. ഡസ് ദേ, ഡു ദേ, ഡോണ്ട് ദേ, ഡസൻറ്റ് ദേ. അപ്പം നോബഡി നോസ് ദ ആൻസർ. അപ്പോൾ ഇതിന് നമുക്ക് വെർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ വെർബ് നോസ് ആണ്, നോസിൽ കിടക്കുന്നത് ഡസ്സാണ്. സബ്ജക്റ്റ് ഇവിടെ നോബഡിയാണ്. നോബഡി എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾ. അപ്പോൾ അതിൻ്റെ ഇത് ദേ ആണ്. അപ്പം ഇതിനെ ദേ, ഡസ് അല്ലെങ്കിൽ ഡസ് ദേ എന്ന് നമ്മൾ എഴുതും. ഡസ് ദേ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? ഡേയുടെ കൂടെ ഡസ് ചേരില്ല. കാരണം ദേ പ്ലൂറലും ഡസ് സിംഗുലറുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ദേയുടെ ചേർന്ന് വരുന്ന ഓപ്ഷൻ ഡു ആണ്. അപ്പോൾ ഡു വരുമ്പോൾ ഡോണ്ട് വരത്തില്ല. കാരണം എന്താ? ക്വസ്റ്റ്യൻ ഓൾറെഡി നെഗറ്റീവാണ്. അപ്പോൾ ഡോണ്ട് വരത്തില്ല, ഡസ് വരത്തില്ല, ഡസിൻ്റെ വരത്തില്ല. പിന്നെ ഉത്തരം ഏതാ? ഡോണ്ട് ദേ ആണ്, ഡു ദേ ആണ്. കാരണം ദേയുടെ കൂടെ വരുന്നത് ഡു ആണ്. ഡസിൻ്റെ പ്ലൂറലാണ് ഏത്? ഡു. ഉത്തരം ഡു ദേ.
Nobody knows the answer, do they? Gauri plays dash violin. The a and no article. അപ്പോൾ നമുക്കറിയാം വയലിൻ വായിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം ഇവിടെ വയലിന് മുമ്പിൽ ചേർക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? വയലിന് മുമ്പിൽ ദ ആണ് ചേർക്കേണ്ടത്. കാരണം എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യം പറയുമ്പോൾ, വാദ്യോപകരണങ്ങൾ ഇതുപോലെയൊക്കെ പറയുമ്പോൾ അതിന് മുമ്പിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? ദ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ദ ഉപയോഗിക്കുന്നത്. ഗൗരി പ്ലേസ് ദ വയലിൻ എന്ന് പറയുന്നത്. കാരണം വയലിനൊക്കെ എന്തേ ഉള്ളൂ? ഒറ്റൊരെണ്ണേ ഉള്ളൂ. അതിന് പകരം വേറെ ഉപകരണമാണുള്ളത്. അപ്പോൾ ഓരോന്നിനും ദ തന്നെ പറയണം. ഇഫ് യു മസ്റ്റ് റൈറ്റ് ദ ആൻസേഴ്സ് ഡാഷ് ഇങ്ക്, യൂസ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ വിത്ത്, ഓൺ, ഫോർ, ഇൻ. അപ്പം നിങ്ങൾ നിർബന്ധമായും ഇങ്കിൽ തന്നെ എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പേന വെച്ച് തന്നെ എഴുതുക എന്നാണ് അർത്ഥം വരുന്നത്. അങ്ങനെയാവുമ്പോൾ ഇവിടെ ഏത് പ്രിപ്പോസിഷൻ വരും? ഇന്നാണ് പറയുന്നത് കേട്ടോ. ഏതാണ്? ഇന്നാണ് പറയുന്നത്. യു മസ്റ്റ് റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ഇങ്ക് എന്നാണ് പറയുന്നത്. നോർമൽ ഇങ്ക് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നാണ് ഉദ്ദേശിക്കുന്നത്. നോർമലി എഴുതുക എന്ന അല്ലാതെ ഇങ്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എന്താ വേണ്ട? വിത്ത് വരുമായിരുന്നു. മനസ്സിലായോ? ഹൗ മെനി ടൈംസ് ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു സ്ലീപ്പ് ഇൻ മൈ ക്ലാസ്, ആസ്ക് ദ ടീച്ചർ ടു സണ്ണി. അപ്പോൾ ഇത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പോൾ ഇത് ചോദ്യമാണ്. ഇതിനെ എന്താക്കണം? നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഹൗ മെനി ടൈംസ് ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു സ്ലീപ്പ് ഇൻ മൈ ക്ലാസ്. ഇത്ര തവണ ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ ഉറങ്ങരുത് എന്ന് ടീച്ചർ സണ്ണിയോട് ചോദിച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് ഓപ്ഷൻ നോക്കൂ. ദ ടീച്ചർ സെഡ് ടു സണ്ണി ദാറ്റ് ഷീ ഹാഡ് ടോൾഡ് ഹിം നോട്ട് ടു സ്ലീപ്പ് ഇൻ ഹർ ക്ലാസ്. നിങ്ങളിപ്പോൾ ഇവിടെ ഷീ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സണ്ണി എന്ന് പറയുമ്പോൾ പെൺകുച്ചാണോ എന്ന്. ഇവർ സണ്ണിയെ പെൺകുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, ഓപ്ഷൻ ദ ടീച്ചർ റിക്വസ്റ്റഡ് സണ്ണി നോട്ട് ടു സ്ലീപ്പ് ഇൻ ഹർ ക്ലാസ്. ദ ടീച്ചർ ആസ്ക്ഡ് സണ്ണി ഹൗ മെനി ടൈംസ് ഷീ ഹാഡ് ടോൾഡ് ഹിം നോട്ട് ടു സ്ലീപ്പ് ഇൻ ഹർ ക്ലാസ്. ദ ടീച്ചർ ഓർഡേഡ് സണ്ണി നോട്ട് ടു സ്ലീപ്പ് ഇൻ ഹർ ക്ലാസ്. അപ്പം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. എന്താണ്? സി ആണ്. കാരണം എന്താ? ആദ്യത്തെ ഓപ്ഷനിൽ നമുക്കറിയാം ഹൗ മെനി ടൈംസ് എന്ന് അവിടെ പറയുന്നുണ്ടല്ലേ. എത്രയോ തവണ ഞാനത് പറഞ്ഞു എന്നാണ് പറയുന്നത്. ദ ടീച്ചർ സെഡ് സണ്ണി ദാറ്റ് ഷീ ഹാഡ് ടോൾഡ് ഹിം നോട്ട് ടു സ്ലീപ്പ് ഇൻ ഹർ ക്ലാസ്. ക്ലാസ്സിൽ ഉറങ്ങരുത് എന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ടീച്ചർ റിക്വസ്റ്റ് ആണ് അവിടെ ചെയ്യുന്നത് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഓപ്ഷൻ പോയി. ഇവിടെയും എന്താണ്? സെഡ് വന്നതുകൊണ്ട് തന്നെ ഓപ്ഷൻ തെറ്റി. ദ ടീച്ചർ ആസ്ക്ഡ്. ഇവിടെ ഓൾറെഡി ഇപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആസ്ക് ആണെന്ന്. അപ്പോൾ എന്താ? ആസ്ക്ഡ്. അത് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഓപ്ഷൻ എഴുതാം. സണ്ണി ഹൗ മെനി ടൈംസ് അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷീ ഹാഡ് ടോൾഡ് ഹിം നോട്ട് ടു സ്ലീപ്പ് ഇൻ ഹർ ക്ലാസ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ചോദ്യമാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ് എന്താണ്? സബ്ജക്റ്റ് കഴിഞ്ഞാൽ നോട്ട് ടു ആണ് ഉപയോഗിക്കേണ്ടത്. നോട്ട് ടു ഇവിടെ എല്ലാം നോട്ട് ടു വന്നിട്ടുണ്ട്. പക്ഷേ അതിന് എന്താ? ഫുൾ അതിനെ റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. അതുപോലെ ടീച്ചർ ഓർഡേഡ് ആണോ? അല്ല, ടീച്ചർ ഓർഡേഡ് അല്ല, ടീച്ചർ ആസ്ക്ഡ് ആണ്. സണ്ണി അതും നോട്ട് ടു സ്ലീപ്പ് ഇൻ ഹർ ക്ലാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ വ്യക്തമായിട്ട് പറയുമ്പോൾ ടീച്ചർ ആസ്ക്ഡ് സണ്ണി ഹൗ മെനി ടൈംസ് ഷീ ഹാഡ് ടോൾഡ്. അവരത്രയും നേരം പറഞ്ഞു എന്ന് പറയണം അല്ലേ. അവർ എത്രയോ തവണ അവളോട് പറഞ്ഞു ക്ലാസ്സിൽ ഉറങ്ങരുതെന്ന് എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. Neither the manager nor the clerk present nor the clerks. Yes, ഇപ്പുറത്തായിരുന്നു വരേണ്ടത്. യെസ് ഇവിടെ വരും കേട്ടോ. ഇവിടെ അല്ലേ. Neither the manager nor the clerks present was, where, is, has. അപ്പോൾ നമുക്ക് നെയ്തർ നോർ വരുമ്പോൾ ഏതാണ്, എങ്ങനെയാണ് കോൺകോർഡിലെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് നമുക്കറിയാമെങ്കിൽ ഉത്തരം പെട്ടെന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിന് ഓപ്ഷൻ കാണുമ്പോൾ എഴുതാം. നമുക്ക് നോക്കാം. വാസ്, ഈസ്, ഹാസ് ഇതെല്ലാം എന്താണ്? സിംഗുലറാണ്. ഇവിടെ വെയർ മാത്രമേ പ്ലൂറലായിട്ട് വരുന്നുള്ളൂ.
അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം. നമ്മൾ അതിന് മുമ്പ് പഠിച്ചിരിക്കേണ്ടത് കാര്യം ഓറ്, എയ്തർ നോറ്, നെയ്തർ നോറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഏതാണ്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവയൊക്കെ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വെർബ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മാനേജർ എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, ദ ക്ലർക്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ പ്ലൂറൽ വെർബാണ് വരേണ്ടത്. അപ്പോൾ വേറാണ് ഇവിടെ ഉത്തരം. മനസ്സിലായോ? ഇത് പഠിക്കുക. ഓറ്, എയ്തർ ഓറ്, നെയ്തർ നോറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിവ ചേർന്ന് വരുന്ന സെൻറ്റൻസുകളിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ അവസാനത്തെ സബ്ജക്റ്റിനനുസരിച്ചുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഓർത്തിരിക്കുമല്ലോ? അപ്പോൾ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ക്ലർക്കാണ് ഇവിടെ അവസാന സബ്ജക്റ്റ്, വേറാണ് ഉത്തരം. ദേ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ കാനഡ. ടേൺ ഇൻ ടു പാസീവ് വോയിസ്. English and French were spoken in Canada. English and French have been spoken in Canada. English and French will be spoken in Canada. English and French are spoken in Canada. അപ്പോൾ ഇതിൽ എന്താണ് വരുന്നത്? ആദ്യം സെൻറ്റൻസ് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്താണ് നോക്കൂ. ദേ സ്പീക്ക് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്? ഇത് പ്രസൻറ്റ് ടെൻസാണ്, പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഉത്തരവും എന്തായിരിക്കണം? പ്രസൻറ്റ് ടെൻസിലുള്ള പാസീവ് വോയിസ് ആയിരിക്കണം. ഉത്തരം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ഇവിടെ പാസ്റ്റാണ്. ഇവിടെ ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളായി. ഇവിടെ ഫ്യൂച്ചറായി. ഇവിടെ പ്രസൻറ്റ് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഉത്തരം. അപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ആർ സ്പോക്കൺ ഇൻ കാനഡ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം പാസീവ് വോയിസിൽ എഴുതുമ്പോൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിലും വെർബ് എന്താകും? V3 ഫോമിലാകും. വെർബ് V3 ഫോമിലാകും. അതിന് ഹാവ് ഹാസ് ഒന്നും ചേരണ്ട. നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ്? പ്രസൻറ്റ് ടെൻസ് പ്ലസ് V3 പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ. ഇനി പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പ്ലസ് V3. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഹാവ് ബീൻ പ്ലസ് V3 ബീൻ വരും. അവിടെ അഡീഷണലി ബീൻ വരും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പ്രസൻറ്റ് ടെൻസാണ്. പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ V3 വരുമ്പോൾ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്, എന്നാലും ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ആയിരിക്കുമല്ലോ ഫ്രണ്ടിൽ പോകേണ്ടത്. സ്പോക്കൺ ഇൻ കാനഡ എന്ന് വരും. I dash follow a strict timetable. Use correct auxiliary verb. Will, shall, must, might. അപ്പോൾ ഇവരൊരു തീരുമാനം പറയുകയാണ്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉത്തരം ഏത് വരും എന്നറിയാമോ? വില്ല് വരും. വില്ല്. ഉത്തരം വില്ലാണ്. കാരണം ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചാണ് ഇവിടെ സ്ട്രിക്റ്റ് എന്ന് കണ്ടപ്പോൾ മസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും ഉത്തരം. നമ്മളൊരു കാര്യം അത് ചെയ്യണം, യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് എന്ത് പറയുന്നത്? മസ്റ്റ് വരുന്നത്. ഇവിടെ എന്താണ്? അവർ സ്വയം പറയുന്നൊരു കാര്യമാണ്. ഐ ഫോളോ എ സ്ട്രിക്റ്റ് ടൈം ടേബിൾ. അപ്പോൾ എന്താ? അവിടെ വില്ല് വരണം. മനസ്സിലായോ? നമ്മൾ മറ്റൊരാൾ ഇത് സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോഴാണ് അത് മസ്റ്റ് വരുന്നത്. ഇത് അവർ സ്വയം സ്ട്രിക്റ്റ് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താണ്? അത് വില്ലാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് ഉറച്ച തീരുമാനങ്ങളെ കാണിക്കാൻ വില്ല് ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു സ്വന്തമായിട്ട് അവരെടുക്കുന്ന തീരുമാനമാണ്. അവർ സ്വയം തീരുമാനം എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് വില്ല് വരണം. മറ്റുള്ളവരോട് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ്? അത് മസ്റ്റ് വരും. വെൻ ദ ഷോട്ട് ബ്രോക്ക് ഓൾ ദ ബേർഡ്സ് എവേ. ബേർഡ്സ് ഡാഷ് എവേ. യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഫ്ലൈ. അപ്പോൾ ഫ്ലൈയുടെ ഈ സെൻറ്റൻസിൽ വരുന്ന കറക്റ്റ് ഫോം ഏതാണെന്ന് ചോദിക്കുന്നത്. വെൻ ദ ഷോട്ട് ബ്രോക്ക്, അതായത് ആ ഷോട്ട് എന്ന് പറയുമ്പോൾ എന്താ? വെടിവെച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓൾ ദ ബേർഡ്സ് ഡാഷ് എവേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് മറ്റൊരു പ്രവൃത്തിയും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും ഒരേ സമയമാണ് നടക്കുന്നത്. ആ ഷോട്ട് ബ്രോക്ക് ആവുന്ന സമയത്ത് തന്നെ എന്താവുന്നുണ്ട്? ബേർഡ്സ് പറന്നു പോകുന്നു. അപ്പോൾ രണ്ടും ഒരേ സമയം നടക്കുന്നത് കൊണ്ട് ഇവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാമോ? പാസ്റ്റ് സെറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേ ഉപയോഗിക്കാവൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലേ ഉപയോഗിക്കാവൂ. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്നത് ഏതാണ്? ഫ്ലീയു ആണ്. ഫ്ലൈഡ് എന്ന് എഴുതി വെക്കല്ലോ. ഫ്ലൈഡ് അല്ല. ഫ്ലൂ ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ എന്നാണ് പറയുന്നത്. അതായത്
ഫ്ലൈയുടെ വെർബുകൾ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ ഫ്ലൂ ആണ് ഉത്തരം. രണ്ടും ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാൻ എന്താണ് പറയേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. വെൻ ദ ഷോട്ട് ബ്രോക്ക് ഓൾ ദ ബേർഡ്സ് ഫ്ലൂ എവേ. ഷോട്ട് ബ്രോക്ക് ആയപ്പോൾ എല്ലാ ബേർഡ്സും പറന്നു പോയി എന്നാണ് അവിടെ പറയുന്നത്. സൗണ്ട് ഓഫ് എ പെൻഗ്വിൻ ഈസ് ക്ലിക്ക്, ബ്രേക്ക്, സ്ക്രീം, ക്രോക്ക്. അപ്പോൾ പെൻഗ്വിൻ്റെ സൗണ്ട് ഏതാണ്? ബ്രേ ആണ് കേട്ടോ. ബ്രേ ആണ്. ബ്രേ. ബാക്കി ക്ലിക്കൊക്കെ ഏതാണെന്ന് അറിയാമോ? ക്ലിക്ക് ഏതിൻ്റെ? ക്ലിക്ക് ഡോൾഫിൻ്റെ ആണ്. ഡോൾഫിൻ. പെൻഗ്വിൻ. സ്ക്രീം ഏതാ? സ്ക്രീംസ് ചെയ്യുന്നത് ഈഗിളാണ്. ഈഗിൾ. ക്രോക്ക് ചെയ്യുന്നതോ? ഫ്രോഗുകളാണ്. ക്രോക്ക് ചെയ്യാന്നാണ് പറയുന്നത്. അത് കിട്ടും നമുക്ക്. ക്രോ എന്നല്ലേ കരയുന്നത്. ഫ്രോഗ്. ഈഗിൾ സ്ക്രീംസ്. ഡോൾഫിൻ ക്ലിക്സ്. പെൻഗ്വിൻ ബ്രേസ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. ദ ഫോറിൻ ഫ്രേസ് ആനൂസ് മിറാബിലിസ് മീൻസ് പ്രിസണർ ഇൻ ഗുഡ് ഫെയ്ത്ത്, അപ് ടു ഡേറ്റ്, വണ്ടർഫുൾ ഇയർ. ഇല്ലേതാ? ഇതിൻ്റെ അർത്ഥം വണ്ടർഫുൾ ഇയർ എന്നാണ്. ഇത് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. ഇത് കാണാതെ പഠിച്ചു വെക്കാനേ പറ്റും. അപ്പോൾ നമുക്കിത് കിട്ടും. അന്നൂസ് എന്ന് വെച്ചാൽ നമ്മൾ ആനുവൽ എന്ന് പറയത്തില്ലേ? ആനുവൽ എന്ന് വെച്ചാൽ എന്താ? വർഷത്തിലൊരിക്കലല്ലേ സംഭവിക്കുന്നത്. ആനുവൽ ഡേ, ആനിവേഴ്സറി. അപ്പം ഇതൊക്കെ എന്താ? ഈ ഒരു വർഷത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇയർ എന്നർത്ഥം വരും. ഇയർ. അന്നൂസ് എന്ന് വെച്ചാൽ ഇയർ എന്നാണ് അർത്ഥം. അന്നൂസ് എന്ന് വെച്ചാൽ ഇയർ. മിറാബിലിസ്, അതിൽ നിന്ന് നമുക്ക് വണ്ടർഫുൾ എന്നൊരു കിട്ടും. കാരണം മിറാക്കിൾ എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ നമ്മൾ മിറാക്കിൾ എന്ന് പറയത്തില്ലേ? അപ്പോൾ വണ്ടർഫുൾ എന്ന് വെച്ചാലും അതേ വാക്ക് തന്നെയല്ലേ? അത്ഭുതമല്ലേ? അപ്പം അങ്ങനെ വണ്ടർഫുൾ ഇയർ എന്ന് വരും. അപ്പം അന്നൂസ് മിറാബിലിസ് എന്ന് വെച്ചാൽ എന്താ? വണ്ടർഫുൾ ഇയർ. പ്രിസണർ ഏതാ? പ്രിസണർ ഡെറ്റിന്യൂ ആണ്. പ്രിസണറെ ഉപയോഗിക്കുന്ന വാക്കാണ് ഡെറ്റിന്യൂ. ഇതൊക്കെ പ്രീവിയസ് ആണ്. അടുത്ത് ഗുഡ് ഫെയ്ത്ത് ഏതാ? ബോണാഫൈഡ്. അപ് ടു ഡേറ്റ് ആണെങ്കിൽ ഓ കോറൻറ്റ് എന്ന് പറയും. ഓക്കോറൻറ്റ്. AUCOURANT. ഓക്കോറൻറ്റ് എന്ന് പറയും. മനസ്സിലായി? അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുമല്ലോ. ഡെറ്റിന്യൂ, പ്രിസണർ, ബോണാഫൈഡ്, ഗുഡ് ഫെയ്ത്ത്, അന്നൂസ് മിറാബിലിസ്, വണ്ടർഫുൾ ഇയർ, ഓക്കോറൻറ്റ്, അപ് ടു ഡേറ്റ്. ഓക്കോറൻറ്റ്. ഇവിടെ ഓ കാണുമ്പോൾ നിങ്ങൾക്ക് AU എന്നല്ലേ വന്നേ? അപ്പോൾ യുവിൽ തുടങ്ങുന്നതെന്ന് ഓർത്തിരിക്കണം. മനസ്സിലായോ? യുവിൽ തുടങ്ങണം എന്നോർത്തിരിക്കുക. അപ്പോൾ എന്താ? ഓപ്ഷനിൽ വേറെ അപ്പൊക്കെ ഉണ്ടെങ്കിൽ തെറ്റിപ്പോവും. നിങ്ങൾ ജസ്റ്റ് ഒരു കോഡ് പോലെ ഞാനിങ്ങനെ പറഞ്ഞൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. 20 നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം എന്തായാലും സ്വയം ചെയ്ത് നോക്കി കാണും. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് കമൻറ്റ് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയുക. ഇനി ഇതുപോലെ ഫോളോ ഞാൻ ചെയ്തു പോകണമെന്ന് നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിനു മുമ്പ് നമ്മളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. പരീക്ഷകളിങ്ങനെ അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ മലയാളത്തിൻ്റെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മലയാളം ആണ് ഒരുപാട് പേർക്ക് പാട്. അപ്പം എന്ത് ചെയ്യാം, അതൊക്കെ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.